നമ്മളിപ്പോൾ പോകുന്ന വെച്ചുകൊണ്ട് ഒരു അടിപൊളി സ്പോട്ടില്ല എന്താ വെച്ചുകൊണ്ട് പയ്യോളി തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ട് എന്ന് അറിയുന്നത് ഞാൻ ഇപ്പോഴാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്താക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്നത്. പോകാൻ കാരണം എന്ന് വെച്ചുകൊണ്ട് ഞാൻ മാത്രമല്ല 2-3 കമ്പനിക്കാരൊക്കെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ഞാനും എൻ്റെ വണ്ടി മേലെ വേറൊരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേര് അമ്മു എന്നാണ്. അപ്പോൾ നമ്മൾ എന്താക്കാണ് നേരെ ഈ സ്പോട്ടിലേക്ക് പോകുക. ഞങ്ങൾക്ക് ആർക്കും ഈ സ്ഥലം ഏടാന്ന് അറിയില്ല. പയ്യോളി ആയിട്ടും ഇങ്ങനത്തെ ഒരു സ്ഥലം ഏടാന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ പയ്യോളിയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ നരക്കോട് റോഡിന് നേരെ വിട്ടാൽ മതി എന്നൊക്കെയാണ് നമ്മളൊരു കമ്പനിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാത്തതിനെ കൊണ്ട് ഞങ്ങൾ ആ റോഡിന് നേരെ വന്നിട്ട് ഈ പീടിയൻ്റെ നേരെ മുമ്പിൽ നിന്നിട്ട് ഓലോട് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടി പോകാനുണ്ട് എന്നാണ്. അന്നേരം തന്നെ ഞങ്ങൾ ആടുന്ന വണ്ടി എന്താക്കി വീണ്ടും പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിട്ടോ. പോകുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ അവിടെ എത്തിയതിനു ശേഷം നമുക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊയിലാണ്ടിയിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മളെ കൊല്ലത്തുനിന്ന് വലത്തോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ എന്താക്കും കീരിയൂരൊക്കെ കഴിഞ്ഞ് നരക്കോടെത്തും. അവിടെ നിന്ന് വലത്തോട്ടേക്ക് വന്നാൽ ഇടത്ത് ഈ ഒരു സ്പോട്ടിലെത്താം. പിന്നെ പയ്യോളിയിൽ നിന്ന് നേരെ വന്ന് നരക്കോട് റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ എന്താക്കാം നമുക്ക് ഇതേ സ്പോട്ടിലെത്താമെന്നൊക്കെയാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചുകൊണ്ട് റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. പയ്യോളിയിൽ നിന്ന് നരക്കോട് റോഡ് ഒരു രക്ഷയില്ല, അടിപൊളി റോഡ്. നിങ്ങൾക്ക് കാണാം ഈ കീഴിൽ കാണുന്ന അതേമാതിരിയുള്ള റോഡാണ്. എന്തുള്ളൂ അവിടെയുള്ള ഒരു കുണ്ടും കുയ്യും ഒന്നുമില്ല, പൊടിയും കാര്യങ്ങളും ഒന്നുമില്ല എന്നൊക്കെ വണ്ടി വന്ന് ഞാനിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയിക്കില്ലോ. ഈ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നമായി പോയി. ഓല് കോഴിക്കോട് നേട്ടം വന്ന ടീമാണ്. അപ്പോൾ ഓർക്ക് കറക്റ്റായിട്ട് ഈ സ്ഥലം അറിയാം, നമുക്കിത് അറിയില്ല എന്ന് വെച്ചുകൊണ്ട് ഭയങ്കര സ്ഥലമല്ലേ. എന്ത് സ്ഥലം? ഈ മൈക്രോ മല എന്ന് പറയുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. നിങ്ങൾക്കൊക്കെ അറിയിക്കുവാണെങ്കിൽ എനിക്ക് എന്തായാലും അറിയില്ല, ഞാൻ ചോദിച്ച് പോയതാട്ടോ. അങ്ങനെല്ലാം കൂടി ഞങ്ങളെങ്ങനെ എടല്ലോ എത്തിയിട്ട് എങ്ങനെയല്ലോ ഇനി ആരോടാ ചോദിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുത്തിരിക്കുന്ന സമയത്തുണ്ട് ഒരാൾ മുമ്പിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടേനു. അപ്പോൾ ഓരോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഇവിടുന്ന് 2 വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്താക്കുക അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 വളവ് കഴിഞ്ഞ് 1ാമത്തെ വളവ് ഈ ബൈക്കാരൻ നിൽക്കുന്ന അതിൽ, 2ാമത്തെ വളവ് ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. എന്നാലും ഞങ്ങൾ എന്താക്കി നേരെ അതിലേക്ക് കയറ്റി അവിടെ തന്നെ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇനി ആരോട് ചോദിക്കാണ്ട് എന്താക്കണ്ട മുന്നോട്ടേക്ക് പോകണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്തൊരു ഏരിയ ആണല്ലോ. അപ്പോൾ വരുന്ന ഈ ബൈക്കാരനോട് ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ തന്നെ വിട്ടോ ഇതെന്നെ സ്ഥലമെന്ന്. അങ്ങനെ നേരെ തന്നെ ഞങ്ങൾ പോകട്ടോ. പോകുന്ന ബൈക്ക് ഒരു രക്ഷയില്ല മക്കളെ. ഈ റോഡ് അതെന്നെ ഞങ്ങൾ പറഞ്ഞുകൊള്ളൂ, റോഡ് അടിപൊളി, ഒരു രക്ഷയില്ലാന്ന്. ആ പറഞ്ഞ് ഒരു ബൈക്കാക്കി റോഡിനെ പറ്റിയിട്ട് പറഞ്ഞത് മുഖത്ത് പൗഡർ ഇട്ടതിൻ്റെ കേട്ടോ. അത്ര അടിപൊളി റോഡാണെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. ഒരു കുണ്ടും കുയ്യോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും ടൂറിസ്റ്റ് ഏരിയനെ കൊണ്ട് അത്രയും അടിപൊളിയാണെന്നൊക്കെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു കേട്ടോ അമ്മുമായിട്ട്. പിന്നെ ഒരു രക്ഷയില്ല മക്കളെ, പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കേണ്ട ഒരു ഗതിയായിപ്പോയി. എന്താ വെച്ചുകൊണ്ട് അത്രയും കുണ്ടും കുയ്യുള്ള റോഡാണ്. മോഹൻലാലിൻ്റെ മുഖം മാതിരിയുള്ള റോഡായിപ്പോയി പിന്നെ വരുന്നത്. ഇതിനിപ്പോൾ എപ്പോഴാണ് എത്തുകയെന്നൊന്നും നമുക്കറിയില്ല. അത്രയും ക്യാമറ അടക്കം കുനിയിക്കുക. അന്നേരം മയിലില്ലേ, നമ്മളെ മയിലുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. അന്നേരം തന്നെ അമ്മ പറഞ്ഞു വെച്ചുകൊണ്ട് നേരെ ഒന്ന് അങ്ങോട്ടേക്ക് നോക്കി നോക്കുന്നത്. അങ്ങനെ അയാൾ ഈ വിറകിൻ്റെ സൈഡ് കൂടി നോക്കുന്ന സമയത്തുണ്ട് അവിടെ ഇങ്ങനെ കണ്ട് ആ മയിലിനെ കണ്ട്. അപ്പം അതിൻ്റെ ബേക്കിലൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുന്നത് ഒച്ച ഒന്നും ഇല്ലാണ്ട് നേരെ പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കട്ടോ, അല്ലെങ്കിൽ ആ പറന്ന് കളയുന്ന പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. അങ്ങനെ ഈ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഒച്ചയും ബഹളം ഒന്നും ഇല്ലാണ്ട് ആ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതത്ര മയിലാ മക്കളെ. എൻ്റെ ജീവിതത്തിൽ ഇത്രയും മൈൽ 1-2 നമ്മളെ പറമ്പിൻ്റെ അതിലേറ്റം പോയി എപ്പോഴെങ്കിലും പോയി. ഇതൊക്കെ ഇതത്ര ഞാൻ അവിടെ പോയി നോക്കുന്നല്ലോ ഏകദേശം ഒരു 7-6 രീതിയിലൊക്കെ വരിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ചക്ക കണ്ടതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞ് മയിലിന് പിന്നെ നോക്കാനും ചക്ക അങ്ങ് വരയ്ക്കാനും. പക്ഷെ നമ്മളോട് വന്ന് അമ്മ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാടെ അടി കിട്ടുമെന്ന്. അപ്പോൾ എന്താക്കുക 3 ചക്ക ഉണ്ട് കേട്ടോ അവിടെ. ആ 3 ചക്കേൻ്റെ ഇപ്പുറത്തോട്ട് നോക്കുന്ന സമയത്ത് 4 ചക്കയായി. അങ്ങനെ ചക്കയെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളുടെ ഞങ്ങൾ പോകാൻ നേരത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയാൽ അങ്ങ് പറന്നു കഴിഞ്ഞ അവിടെ തന്നെ ഞാൻ പറഞ്ഞു നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഞങ്ങൾ പോകുന്ന വൈക്ക് കണ്ടത് കേട്ടോ. വൈക്കുമ്പോൾ ഓരോരുത്തർ കാണുമല്ലോ സൈഡിലൊക്കെ, അതേമാതിരി മയിലിനെ കണ്ടതാണ് ഈ സൈഡിൽ. അങ്ങനെ പോകുന്ന സമയത്ത് നല്ല അടിപൊളി കുണ്ടും കുയ്യ തന്നെ, പിന്നെ പറയാൻ പറ്റില്ല. അത്രയും കുണ്ടും കുയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രയെന്ന് വെച്ചാൽ അത്രയും പൊടിയും കാര്യങ്ങളൊക്കെ. ഇനി അങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാത്തതിനെ കൊണ്ട് ഈ ബൈക്കാരൻ്റെ ബേക്കിൽ നിന്ന് നന്നായിട്ട് സ്പീഡിൽ തന്നെ എടുത്ത് കുറേ ഓണടിച്ച്. എന്താ നമ്മൾ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ നമ്മളെന്താണോ നടന്നത് അത് മാത്രം നമ്മൾ പറയും. നമ്മൾ കൂടുതലായിട്ട് എടുത്ത് ചാടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറയുന്നതിനോട്ടൊന്നും നമ്മൾ പറയാൻ നിൽക്കില്ല കേട്ടോ. വണ്ടി ഞാൻ പോകുന്നേരം സൂര്യനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇനി സൂര്യനെ കണ്ടില്ല ഇനി തിരിച്ചു പോകാനോ എന്നൊക്കെ ഞാൻ അമ്മൂനോട് ചോദിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു നമ്മളെ കമ്പനിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഓരോടത്തേക്ക് എത്തണമെന്ന്. അങ്ങനെ ഇവനെ ഞാൻ കുറേ ഓണടിച്ച് ലൊക്കേഷൻ ഏടാന്ന് മനസ്സിലായി. 2 ആളെ ഫോണിലും നെറ്റില്ല, അതുകൊണ്ടാണ് അല്ലെ ലൊക്കേഷൻ നമുക്ക് എന്താക്കുക നെറ്റിൽ ഗൂഗിൾ മാവനെ ചോദിച്ചിട്ട് ഇട്ടേനും. അപ്പം നേരെ വരുന്ന ഈ വണ്ടി കണ്ടില്ല, ആ വണ്ടി വന്നതിന് ശേഷം പൊടി മുഖം നിറച്ച് പൊടി പാറ്റിച്ച് അയാൾ അങ്ങനെ തന്നെ അങ്ങ് പോയി. അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡിനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഓണടിച്ച് ഒരു ബൈക്കായി ഓനെന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ഓണിൻ്റെ കാര്യമേ ശ്രദ്ധിക്കുന്നില്ല.
അങ്ങനെയെല്ലാം കൂടി പിന്നെ നെക്കി പിടിച്ചവിടെ വെച്ച് ഊണ്. അന്നേരം നൈസായിട്ട് മൂപ്പർ എന്തൊക്കെയോ ഒന്ന് തിരിഞ്ഞു വയ്ക്കുന്നു കേട്ടോ. തിരിഞ്ഞു വയ്ക്കുക അവിടെ തന്നെ കൈ കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞ്. അന്നേരം തന്നെ മൂപ്പർ എന്താക്കി, ആരോടെയാണ് പറയുന്നതൊന്നും മനസ്സിലായിട്ട് മൂപ്പർ വണ്ടിയും കൊണ്ട് തന്നെ പോവുക. പിന്നെ നമ്മൾ സൈഡിൽ നിന്ന് സൂര്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞു ഓണിങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോഴും പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളല്ലാണ്ട് വേറെ ഒന്നും നമ്മളെ വീഡിയോയിൽ പറയില്ല. പോകുന്ന നേരം എന്തൊക്കെയാണോ നടന്നത് അത് മാത്രം, അല്ലാണ്ട് അഡീഷണലായിട്ട് ഈ സ്ക്രിപ്റ്റ് ഒന്നും എഴുതാൻ പറ്റില്ല. അങ്ങനെ ഓണം പിടിച്ചതിനെ കൊണ്ട് മൂപ്പർ വണ്ടി സൈഡാക്കി. വണ്ടി സൈഡാക്കിയതിന് ശേഷം ഞാൻ ചോദിച്ച് ഇത് എവിടെയാണ് ഇത് മല എവിടെയാണ് എന്ന്. അങ്ങനെ മൂപ്പർ കാണിച്ചെന്ന് മൈക്രോ മല എന്ന് വെച്ചാൽ ലേശോടി മുകളിലോട്ട് പോയി വലത്തോട്ടൊക്കെ കിട്ടാൽ നേരെ മൂപ്പർ പറയുന്നുണ്ടില്ലേ, അതേമാതിരി ഞങ്ങൾ അതേമാതിരി ചോദിച്ച് മനസ്സിലാക്കി നേരെ അങ്ങ് പോയി. അങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് ഇവിടുന്ന് രണ്ടാമത്തെ വളവ് നിന്ന് ഇത്രയും വളവുണ്ടായിട്ട് രണ്ടാമത്തെ വളവ് എന്ന് പറഞ്ഞതിനെ കൊണ്ട് കറക്റ്റായിട്ട് അടുത്തേക്ക് മൂപ്പർ ബേക്കിൽ നിന്ന് വന്ന് കിട്ടും. മൂപ്പർ അങ്ങോട്ടേക്ക് കഴിഞ്ഞു. പക്ഷേങ്കിൽ ഇങ്ങനത്തെ ഈ ബിൽഡിങ്ങൊക്കെ കണ്ടാൽ ഞാൻ വിചാരിച്ചു ഇവിടെ വീടോ കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഓല് പറഞ്ഞു കൊണ്ട് വീടും കാര്യങ്ങളൊന്നും അല്ല വരുന്നത്, ഇവിടെ എന്തോ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നതിനെ കൊണ്ടാണ് ഇങ്ങനത്തെ ബിൽഡിങ്ങൊക്കെ ഇവിടെ നിന്നാണ്. ഞാൻ പറഞ്ഞ എന്നാണ്. പിന്നെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് മുകളിലോട്ടേക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, ചരളാണ്, വീണ് കൊടുക്കും. വണ്ടി ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കി. ഇവിടെ സൈഡാക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞ ഇറങ്ങി ഇങ്ങനെ നടന്നോന്ന് നടക്കുന്ന സമയത്ത് മക്കൾ നമ്മളെ പറമ്പിലുള്ള പുല്ലൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പക്ഷേങ്കിൽ ഒരു പ്രത്യേക രസമല്ല, നമ്മൾ ഇവിടുത്തെ പുല്ല് പറിച്ച് കളയുന്നു, നമ്മൾ അവിടെയുള്ള പുല്ല് ആസ്വദിച്ച് കാണുന്നു. അത്രമാത്രം ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ കയറ്റ ഇങ്ങനെ കയറുന്ന സമയത്ത് കതച്ചൊരു ബൈക്കേക്ക് എൻ്റെ ബേക്കിൽ നിന്ന് ഒരാൾ എൻ്റെ വീഡിയോ കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് മൂപ്പറിൻ്റെ സ്ലോ മോഷനിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു നീ സാധാരണ നടക്കുന്നതിനോട്ടൊക്കെ നടന്നാൽ മതി. പക്ഷേ ഓളെ അങ്ങനെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഓളെ കമ്പനിക്കാരൊക്കെ വന്ന് അതാണ് ഇവരൊക്കെയാണ് കേട്ടോ. ഞാളിപ്പം വന്ന് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലേൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ആരെ കാണണം, ഈ സൂര്യനെ കാണണം. അങ്ങനെ സൂര്യനെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചും പോയി ഒരു പൈസ ചിലവും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് പയ്യോളിക്കാർക്കും കോഴിക്കോട്ടുകാർക്കും മേപ്പൂരുകാർക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇതേമാതിരി പയ്യോളി അത്രയും സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അഥവാ നേരെ ഉണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് എടുത്തിട്ട് ഇതേമാതിരി നടന്ന കഥകൾ പറഞ്ഞുതരാം.